അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ഗുജറാത്ത്. അഹമ്മദാബാദിൽ 100-ലധികം JCBകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ താമസ സ്ഥലം പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം 1000 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. വീണ്ടും ജിഷ്ണു കൃഷ്ണനിലേക്ക് പോകുന്നു. ജിഷ്ണു, എന്തായാലും ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള കടുത്ത നടപടികളാണ് ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, എല്ലാ സംസ്ഥാനങ്ങളിലും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടി ഗുജറാത്തിൽ അഹമ്മദാബാദിൽ തദ്ദേശ ഭരണകൂടവും പോലീസും ചേർന്നുകൊണ്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ ചന്ദോള മേഖലയിൽ നിന്ന് 1000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ പ്രദേശത്ത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ ഭരണകൂടം അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയ മേഖലയാണ്. പിന്നീട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇവിടെ താമസിക്കുന്നതെല്ലാം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് എന്ന കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആ താമസ സ്ഥലം പൂർണ്ണമായും 100-ലധികം JCBകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിട്ടുള്ളത്. വളരെ കൃത്യമായി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരും പോലീസും പ്രതികരിച്ചിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്ന പ്രതികരണമാണ് തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ അധികൃതരും ഒപ്പം പോലീസും നൽകിയിട്ടുള്ളത്. ചന്ദോള മേഖലയിലാണ് 100-ലധികം JCBകൾ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരുടെ താമസ സ്ഥലം പൂർണ്ണമായും ഇടിച്ചു നിരത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് 1000-ലധികം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗുജറാത്ത് DGP നൽകിയിട്ടുള്ള പ്രതികരണം സംസ്ഥാനത്തുടനീളം അനധികൃതമായി താമസിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന തുടരുകയാണെന്നുള്ളതാണ്. ഡൽഹിയിലും ഒപ്പം ഹരിയാന, പഞ്ചാബ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന ശക്തമാക്കാൻ നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളോടും നിർദ്ദേശിച്ചിരുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ ഒരു മാസമായി ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും പ്രത്യേക പരിശോധന നടത്തിവരികയാണ്. ഇത്തരത്തിൽ കണ്ടെത്തുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിനുള്ള, രാജ്യത്ത് നിന്ന് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അനധികൃത കുടിയേറ്റക്കാർ പല സംസ്ഥാനങ്ങളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, ലഹരി കടത്തുകളിലും ഒപ്പം വിവിധ തരത്തിലുള്ള അക്രമങ്ങളിലും പങ്കുചേരുന്നു എന്ന കണ്ടെത്തലുകൾ IB ഉൾപ്പെടെയുള്ളവ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപത്തിൽ ഒരു പരിധിവരെ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്ക് പങ്കുണ്ട് എന്ന റിപ്പോർട്ട് പോലീസ് തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ തന്നെയാണ് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ, രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ചന്ദോള മേഖലയിൽ 1000-ലധികം പേരെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ താമസ സ്ഥലം ഇപ്പോൾ 100-ലധികം JCBകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഇടിച്ചു നിരത്തുകയും ചെയ്തിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ഗുജറാത്ത്. അഹമ്മദാബാദിൽ 100-ലധികം JCBകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ താമസ സ്ഥലം പൊളിച്ചു നീക്കി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.